അനുമോള് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നാണല്ലോ പറയുന്നത്. എന്നാര് പറയുന്നു? നിവിൻ അനുമോളെ വിളിച്ചൊരു വേർഡുണ്ട് ഈ കഴിഞ്ഞ വീക്കിൽ, മോഡേൺ കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ട്. കുലസ്ത്രീ എന്ന് പറയുന്ന വാക്കിനെയാണ് ഞാൻ അനുമോളെ അല്ല ഡിഫെൻഡ് ചെയ്തത്. അനുമോൾ ഈസ് പ്ലേയിങ് എ വെരി ഡേർട്ടി ഗെയിം. ലൈവിന്റെ പകുതിയുടെ പകുതിയേ ഉള്ളൂ. അപ്പൊ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം എന്ന് പറയും, അല്ലാതെ സോഷ്യൽ മീഡിയ പറയുന്നു അനുമോള് കുടുംബ പ്രേക്ഷകർ. നോ, അനുമോളെ എങ്ങനെ കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു? ഈ വഴക്കുണ്ടാക്കൽ ബഹളം ഉണ്ടാക്കൽ മാത്രമാണ് എന്നുള്ളതല്ല ഈ ബിഗ് ബോസിന്റെ ആക്ച്വൽ ഗെയിം. തരികിട സാബുവിന് അനീഷിനോട് നമ്മള് അവിടെ ഒരു കണ്ടന്റ് കൊടുക്കാണ്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും എടുത്തിടാൻ പറ്റുമോ? വാട്ടെവർ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്താ, ഫ്രണ്ട്സ് ആണെങ്കിൽ പിന്നെ അടിമയായിട്ട് ഇരിക്കണോ? ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഇത്ര നേരം സംസാരിച്ചു വന്നതിനകത്ത് പുതിയ സാധനം വരാൻ സാധ്യതയുള്ളത് ഇത് ലക്ഷ്മിയുടെ PR ആണ് എന്ന് പറഞ്ഞ് വരാൻ സാധ്യത. താങ്കൾക്ക് തോന്നിയിട്ടില്ല? നമ്മളൊരു കാര്യം നമുക്കറിയാവുന്ന നല്ല ബോധ്യമുള്ള സാധനം പറയുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് തന്നെ അവൻ പെട്ടു അങ്ങനെ പറയേണ്ട കാര്യമേ ഇല്ല. വില്ലനെ നായനാക്കി ടെലിവിഷൻ എപ്പിസോഡിൽ കാണിച്ചാൽ അത് അയാളുടെ മുമ്പോട്ടുള്ള യാത്രയെ ബാധിക്കുമോ ഇല്ല. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. ബിഗ് ബോസ് ഷോ നടക്കുമ്പോൾ ഒട്ടും ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാതെ ഒരാളെ ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് സാബുമോനായിരിക്കും. സൗചേട്ടാ നമസ്കാരം. നമസ്കാരം. ഓക്കെ, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഫൈനൽസിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. ഫൈനൽ 10 വരെ എത്തി. അതിന് മുമ്പായിരുന്നു ഒരു എൻട്രി അങ്ങോട്ട് നടത്തിയത്. പലതവണ ഈ ഗസ്റ്റ് ഒക്കെ കയറി പോകുമ്പോൾ കമന്റ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു സബുമോനെ കൊണ്ടുവരുമെന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടൻ? പ്രതീക്ഷിച്ച പോലെ ആണോ? എന്താണ് അവിടുത്തെ സംഭവം? അകത്തെ റെസ്പോൺസോ പുറത്തെ റെസ്പോൺസോ? രണ്ടും വേണം. അകത്തെ റെസ്പോൺസ് ഭയങ്കര നൈസ് പിള്ളേരാണ്. പിന്നെ എനിക്ക് തോന്നി ഇവരെ ആരോ ഉപദേശിച്ചു വിട്ടാണ് മാക്സിമം വഴക്കുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസിനകത്ത് എവിടെയോ ഒരു പോയിന്റിൽ വെച്ചിട്ട് വഴക്കുണ്ടാക്കലാണ്, ബഹളം ഉണ്ടാക്കലാണ് ഗെയിം എന്നൊരു ഒരു 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 തോട്ട് പ്രോസസ് ആരോ ഇൻജെക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളെ അകത്തുള്ളൂ, അല്ലാതെ അത്യാവശ്യം നല്ല മനുഷ്യരാണ്. എനിക്ക് തോന്നുന്നു ഈ 6 സീസൺ ഇവര് കണ്ടുപഠിച്ചിട്ട് പോയിട്ട് അങ്ങനെ പ്ലേ ചെയ്യുന്നതാന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ സമയത്ത് ആക്ച്വലി പിന്നെ ലൈവ് ഇല്ല. അതെ അതെ, നമ്മളതിനകത്ത് അങ്ങനെ വഴക്കുകളില്ല. കാരണം അത് ചുരുക്കി എടുക്കുമ്പോഴാണ് കുറെ വഴക്കുകൾ കാണുന്നത്. അല്ലാതെ ഞങ്ങളുടെ സീസൺ അത് ഭയങ്കര രസമായിട്ട് പോയിട്ടുള്ള ഒരു സീസണായിരുന്നു. വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്, അത് അവിടെ ആയിട്ടൊക്കെ ചില പോയിന്റ്സിലേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ സീസണിൽ നിങ്ങൾക്ക് നോക്കി പഠിക്കാൻ ഹിന്ദി എന്നുള്ളൊരു സാധനം മാത്രമേ ഉണ്ടായിരുന്നു. ഹിന്ദി അങ്ങനെയുള്ളത്. ഒന്നാമത് എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ, രണ്ടാമത് ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. എന്നെ വിളിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എനിക്കിതൊരു കണ്ടിട്ട് എനിക്ക് ഒരു സാധനവും മനസ്സിലായില്ല ഇതിനകത്തൊന്നും. ഇതൊരു സിസ്റ്റം. പക്ഷേ അവിടെ ഇഷ്ടം പോലെ നല്ല പോലെ ഈ പറഞ്ഞ പോലെ പിന്നെ ഇപ്പൊ ശ്വേത മേനോനൊക്കെ ഇതിന്റെ ഹാർഡ് കോർ ഫാനാണ്. സീസൺ 1 തൊട്ട് കാണുന്ന ആള്. അപ്പൊ അവർക്ക് ഈവൻ അറിയാം ഈ ആഴ്ച ഇന്ന ഗെയിം വരുമെന്ന് വരെ അറിയാം. മനസ്സിലായി? രഞ്ജിനി, അർച്ചന, അവർക്കൊക്കെ ഈ ഗെയിം അറിയാം. ബഷിക്ക് അറിയായിരുന്നു ഈ ഗെയിം. അല്ലാതെ അറിയാതെ വന്നിട്ടുള്ള കുറെ പേരും ഉണ്ട് അതിനകത്ത്. ഇപ്പൊ ഷിയാസിന് ഇതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വെരി നൈസ് ഗൈ, പാവം. സുരേഷന് ഇത് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതിനകത്ത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അനൂപിന് ഇത് മനസ്സിലായിട്ടില്ല. എനിക്ക് ആഫ്റ്റർ എ വൈൽ ഇവരെല്ലാം കൂടെ പറഞ്ഞു തന്നിട്ട്, അതായത് ഗെയിം അറിയാവുന്നവർ പറഞ്ഞു തന്ന കുറേ സാധനങ്ങൾ എനിക്കറിയാം. മനസ്സിലായ? അത് അങ്ങനെയൊക്കെ പോയ ഒരു സീസണാണ്. പക്ഷേ ഈ വഴക്കുണ്ടാക്കൽ ബഹളം ഉണ്ടാക്കൽ മാത്രമാണ് എന്നുള്ളതല്ല ഈ ബിഗ് ബോസിന്റെ ആക്ച്വൽ ഗെയിം. അത് ഓരോരുത്തരുടെ വ്യക്തിത്വങ്ങൾ അളന്നു നോക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇപ്പൊ സീസൺ
7 മലയാളം എത്തി നിൽക്കുമ്പോൾ നിങ്ങളെ സീസണിൽ ലൈവ് ഇല്ലായിരുന്നു, പക്ഷേ എപ്പിസോഡ്സ് ഒക്കെ കൃത്യമായിട്ട് ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. ഇപ്പം ലൈവ് വന്നു. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ PR എന്ന കൺസെപ്റ്റ് എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. അങ്ങനെ ഒരു സാധനത്തിനെ പറ്റി ചർച്ച ചെയ്ത് തുടങ്ങി. അപ്പം ഈ ഒരു ഷോയുടെ ജെനുവിനിറ്റി പലപ്പോഴായി നഷ്ടപ്പെട്ടു പോകുന്നുള്ള പോലെ തോന്നുന്നുണ്ട്. ഷോയുടെ ജെനുവിനിറ്റി എങ്ങനെ ഇത് ബാധിക്കും? ഇപ്പം ലൈവ് കാണിക്കുന്നുണ്ട്. ലൈവിന്ന് എപ്പിസോഡിലേക്ക് വരുമ്പോൾ പല സാധനങ്ങളും ലൈവിന്റെ പകുതിയേ ഉള്ളൂ. അപ്പൊ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. കറക്റ്റ്. അത് മനസ്സിലാകാനൊന്നുമില്ല. കട്ട് ചെയ്യുന്നുണ്ട് അവര്. അത് ചെയ്യാൻ പാടില്ല. പിന്നെ ലൈവ് കാര്യം എന്താണെന്നറിയാമോ? കട്ടാണല്ലോ. ലൈവിൽ ഇത് ഉണ്ടല്ലോ. ലൈവ് 24 മണിക്കൂറല്ലേ? എപ്പിസോഡ് എത്ര മണിക്കൂറാ? അരമണിക്കൂർ. അപ്പൊ ടി വിയിൽ കണ്ടിട്ടില്ല അല്ലേ? ഞാൻ മൊബൈലിലാണ് കാണുന്നത്. ഞാൻ ലൈവാണ് കൂടുതലും കാണുന്നത്. ടെലിവിഷൻ എപ്പിസോഡ് ഈസ് 1 hour. 1 hour ഉണ്ടല്ലോ. ഓക്കെ. 1 hour എപ്പിസോഡിനകത്ത് 24 മണിക്കൂറിനെ ചുരുക്കിയിട്ട് കട്ട് ചെയ്യാതെ എന്ത് കാണിക്കും? പക്ഷെ അന്നേരം ഈ നായകനെ വില്ലനായിട്ടും വില്ലനെ നായകനായിട്ടും നിങ്ങളൊക്കെ ഓൾറെഡി കണ്ടോണ്ടിരിക്കുകയല്ലേ? കാര്യം മോസ്റ്റ്ലി ഇതിന്റെ നമ്മളിതിന്റെ ഒരു ടെക്നിക്കാലിറ്റിയെ കുറിച്ച് സംസാരിക്കണം. അപ്പം ടെലിവിഷൻ എന്ന് പറയുന്നത് ഇപ്പം ഈ ഷോ ഒന്നും ടെലിവിഷൻ ഓഡിയൻസ് അല്ല ഇപ്പം മാക്സിമം കാണുന്നത്. കാര്യം 24 ഡിഫേർഡ് ലൈവ് ആക്സസ് ഉള്ള, പിന്നെ എന്താ പറയുന്നത്, അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന മനുഷ്യർ മാത്രം കാണുന്ന ഷോ ആണ്. അപ്പം പിന്നെ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്ന ഇതിൻ്റെ സബ്സ്ക്രിപ്ഷനുള്ള മനുഷ്യർക്ക് മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അവർക്കാണ് വോട്ട് ചെയ്യാനും പറ്റുന്നത്. ടി വിക്കാർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അത് നേരത്തെ പറ്റുമായിരുന്നു. ഇപ്പൊ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറയൂ, ആരാണ് ബയസ്ഡ്? ഈ ഹോട്ട്സ്റ്റാറിൽ ഫുൾ ഇരുന്ന് ലൈവ് കാണുന്നവരാണോ ബയസ്ഡ്? എപ്പിസോഡിനകത്ത് ഇത് ഇട്ടില്ല, ഇത് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നവരാണോ ബയസ്ഡ്? എന്തിന് എപ്പിസോഡ് കാണിക്കണം എല്ലാം കൂടി? ആ 1 മണിക്കൂറാണ്. കാരണം അവിടെ വേറെ ഒരുപാട് ഷോസ് ഉണ്ട്. തീർച്ചയായിട്ടും. ആ ഒരു ചാനൽ എന്ന് പറയുന്നത് ഈ ഒരു ഷോ മാത്രം 24 hour കാണിക്കാനുള്ള ടെലിവിഷൻ ചാനലല്ല. ആണോ? അല്ല, അങ്ങനെ പറഞ്ഞു പോകാൻ എപ്പിസോഡിൽ കട്ട് ചെയ്തല്ലേ പറ്റൂല. ആ കൂടെ 24 മണിക്കൂറിന് ചുരുക്കി 1 മണിക്കൂർ ആക്കുമ്പോൾ നമുക്ക് കുറെ ഹിന്റ്സ് ഇടാനേ പറ്റുള്ളൂ. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ നായകനെ വില്ലനാക്കുന്നുണ്ട്, വില്ലനെ നായകനാക്കി മാറ്റുന്നുണ്ട്. ലൈവ് കണ്ടിട്ട് നമ്മൾ എപ്പിസോഡിലേക്ക് വരുമ്പോ അയ്യോ ലൈവ് ഇതല്ലായിരുന്നു. കണ്ട ആളെന്തിനാ എപ്പിസോഡ് കാണുന്നത്? കാരണം നിങ്ങൾക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. ലൈവ് കാണുന്നവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉള്ളൂ. ടി വി കാണുന്നവർക്ക് വോട്ട് റൈറ്റ് ഇല്ല. പിന്നെന്താ വിഷയം? ഇതെങ്ങനെ ഇൻഫ്ലുവൻസ് ആവും? അത് പറച്ചില്ലല്ലേ ഇൻഫ്ലുവൻസ് ആവുന്നുള്ളൂ. വോട്ടിംഗ് പാറ്റേണിൽ ഇതെങ്ങനെ ഇൻഫ്ലുവൻസ് ആവും? വോട്ടിംഗ് പാറ്റേണിൽ ഇൻഫ്ലുവൻസ് ആവുന്നത് PR വർക്ക് എന്ന് പറഞ്ഞ സാധനം നടക്കുന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇത് മാറിപ്പോയി. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ടെലിവിഷനിൽ വില്ലനെ നായകനാക്കി കാണിക്കുന്നു. വില്ലനെ നായകനാക്കി ടെലിവിഷൻ എപ്പിസോഡിൽ കാണിച്ചാൽ അത് അയാളുടെ മുമ്പോട്ടുള്ള യാത്രയെ ബാധിക്കുമോ ഇല്ലയോ? ബാധിക്കും. എങ്ങനെ ബാധിക്കും? ഇപ്പം കാര്യം ടി വി പ്രേക്ഷകർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഇല്ല. ഇപ്പം ഞാൻ എന്നെ എക്സാമ്പിൾ വെച്ചിട്ട് കാണാം. ഞാൻ ലൈവ് കാണുന്ന വ്യക്തിയാണ്. ഞാൻ എപ്പിസോഡും കാണും. അപ്പൊ എന്റെ ചിന്ത എന്നെ പോലെ പലരും ഉണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ കണ്ടതല്ലല്ലോ അവിടെ കണ്ടതെന്നുള്ളൊരു തോന്നലുണ്ടാവില്ലേ? തോന്നലുണ്ടാവും. പക്ഷെ ഈ ടെലിവിഷൻ ഓഡിയൻസ് മാത്രം കാണുന്ന സാധനം അവർക്ക് വോട്ട് റൈറ്റ് ഇല്ലല്ലോ. പക്ഷെ അവർക്ക് മൊബൈൽ വെച്ചിട്ട് ഇപ്പം എങ്ങനെയും ആക്സസ് ചെയ്തിട്ട് അവർക്ക് വോട്ട് ചെയ്യണമെന്നൊരു താല്പര്യം വന്നാൽ വോട്ട് ചെയ്യില്ലേ? ഇല്ലല്ലോ. ഹോട്ട്സ്റ്റാറിൽ സബ്സ്ക്രിപ്ഷൻ എടുത്താലേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് മെയിൻ മാറ്റർ ആണ്. എങ്കിലും ഇവർക്ക് ഇപ്പം ഒരാളെ ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അനുമോള് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നാണല്ലോ പറയുന്നത്. എന്ന് ആര് പറയുന്നത്? പറയപ്പെടുന്നത്. ആര് പറയപ്പെടുന്നു? പലരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളെ പോയിന്റ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. അനുമോള് കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ആളാണെന്ന് ആരാണ് ഈ പറഞ്ഞത്? സോഷ്യൽ മീഡിയ സംസാരിക്കുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം എന്ന് പറയും. അല്ലാതെ സോഷ്യൽ മീഡിയ പറയുന്നു അനുമോള് കുടുംബ പ്രേക്ഷകർ. നോ, അനുമോളെ എങ്ങനെ കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടും? കാരണം അനുമോള് ഭയങ്കര സ്നീക്കി ആയിട്ടുള്ള, ഭയങ്കര പിന്നെ എന്താ പറയുന്നത്, ഡബിൾ സ്റ്റാൻഡും മറ്റേ അരുവിക്കരയിലെ മാമി, പ്രായമുള്ള ആ ആറ്റിറ്റ്യൂഡാണ് അനുമോൾ അതിനകത്ത് എടുത്തു വെച്ചിരിക്കുന്നത്. അനുമോൾ പ്ലേസ് വെൽ. പക്ഷെ അനുമോള് പിന്നെ അതിനകത്ത് ഇനി ഒപ്പിച്ചു വെക്കാത്ത പണിയൊന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അനുമോളുടെ അരഗൻസും ഈ കരച്ചിലും ഒക്കെ എല്ലാ കുടുംബങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന്? ഇല്ല.
എനിക്കറിയാവുന്ന കുടുംബങ്ങൾക്കൊന്നും അനുമോളുടെ ഗെയിം ഇഷ്ടമല്ല. സോ ഇതാണ് പറയുന്നത്, നിങ്ങളൊരു ട്രെൻഡിനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അനുമോള് കുടുംബ പ്രേക്ഷകരൻ, എന്താ കുടുംബങ്ങൾ എന്ന് പറയുന്നത് എല്ലാം ഒരേ പാറ്റേണിൽ ചിന്തിക്കുന്നവരാണോ? എല്ലാവരും സീരിയൽ കാണുന്ന മനുഷ്യരാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഇല്ല. അങ്ങനെയല്ല. ഇപ്പൊ എൻ്റെ ഉദാഹരണം, എൻ്റെ വീട്ടിൽ ഞാനോ എൻ്റെ ഫാമിലി മീൻസ് പിന്നെ ഭാര്യയും പിള്ളേരും ഒന്നും ഇങ്ങനൊരു സാധനം കണ്ടിട്ടേ ഇല്ല. അത് സീരിയൽ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, കണ്ടിട്ടില്ല. കാരണം എനിക്ക് ടെലിവിഷൻ്റെ കണക്ഷൻ ഇല്ല, മനസ്സിലായോ? സീരിയൽ കണ്ടിട്ടേ ഇല്ല. OTTക്ക് അത് സീരിയൽ വരാറുണ്ട്, അത് കാണാറുമില്ല. എൻ്റെ അച്ഛനും അമ്മയും കാണുന്ന മനുഷ്യരായിരുന്നു. അമ്മ ഇപ്പോൾ ഇല്ല, പിന്നെ അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ കാണാറുമില്ല. എൻ്റെ സിസ്റ്റർ കാണാറില്ല, എൻ്റെ ബ്രദർ കാണാറില്ല, എൻ്റെ വൈഫ് കാണാറില്ല, എൻ്റെ മക്കൾ കാണാറില്ല, ഞാൻ കാണാറില്ല. അപ്പോൾ എന്താ ഈ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടം അനുമോൾ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ബ്രാൻഡിങ്. കാരണം ഈ കുടുംബ പ്രേക്ഷകരെന്ന് പറയുന്നത് എന്തോ ഇത്തരത്തിലുള്ള കരച്ചിലും നിലവിളിയായിട്ട് നടക്കുന്ന മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ള രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് കുടുംബ പ്രേക്ഷകരെ. കാരണം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ളവരുണ്ട്. എല്ലാ കുടുംബങ്ങളും ഒരേപോലെ അല്ലല്ലോ. യു ആർ ജനറലൈസിങ് ഇറ്റ്. ജനറലൈസ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ കുടുംബ പ്രേക്ഷകരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പൊ എന്റെ നാട് ഇടിക്കുക, എന്റെ നാട്ടിൽ പകൽ സമയങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഏലത്തോട്ടത്തിൽ പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അവര് ജോലിയൊക്കെ കഴിഞ്ഞ് കാണലുണ്ട്. അതിലെല്ലാ മനുഷ്യർക്ക് അനുമോളെ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? അത് ആളുകളുടെ ചിന്താഗതിയാണല്ലോ. നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല ഒന്നിനെയും. അങ്ങനെയല്ല ഒരാളുടെ ഗെയിമിന് നോക്കി കാണേണ്ടത്. ഇപ്പൊ അനുമോളുടെ ഗെയിമിന് അനുമോൾ എന്ത് തരത്തിലുള്ള ബിഹേവിയർ എടുക്കുന്നു എന്നുള്ളതാണ്. അനുമോളുടെ വ്യക്തിത്വത്തിനാണ് അതിനകത്ത് അളക്കേണ്ടത്. അല്ലാതെ അനുമോൾ സീരിയലിൽ നിന്നും പിന്നെ ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിൽ നിന്നും ഒക്കെ വന്നതുകൊണ്ട് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാണ്. അത് ഓരോരുത്തരെയും ബ്രാൻഡ് ചെയ്യുന്നൊരു ഇതാണ്, മനസ്സിലായത്? ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിവിൻ അനുമോളെ വിളിച്ചൊരു വേർഡുണ്ട് ഈ കഴിഞ്ഞ വീക്കിൽ, മോഡേൺ കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ കുലസ്ത്രീ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുലസ്ത്രീ എന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടിന് അച്ചടക്കം, നാട്ടുകാരെ ബഹുമാനിക്കുന്നു, വീട്ടുകാരെ ബഹുമാനിക്കുന്നു, മറ്റുള്ളവരെന്ത് പറഞ്ഞു, ഞാൻ ചെയ്ത പ്രവൃത്തി കണ്ടാൽ എന്ത് വിചാരിക്കും എന്നൊക്കെ തോന്നിക്കുന്ന അടക്കം ഒതുക്കമുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ്. ഇപ്പം ഭക്ഷണം പാകം ചെയ്ത് പുരുഷന്മാർക്ക് കൊടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിലുള്ള രീതിയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അനുമോള് ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് മോഡേൺ വൽക്കരിച്ചിട്ട് അപ്പം മോഡേൺ കുലസ്ത്രീ എന്നുള്ള രീതിയിലായി. അങ്ങനെ തന്നെയല്ലേ സൗജേടാ? അല്ല, എന്താണെന്നറിയാമോ, ഈ ഭാഷയുടെ പരിണാമം എന്ന് പറഞ്ഞൊരു സാധനം, നമുക്ക് വാക്കുകളുടെ അർത്ഥങ്ങൾ പല കാലഘട്ടങ്ങളിൽ മാറിപ്പോകും. അപ്പം അതിൽ ഈ വോക്ക് കൾച്ചറുള്ള മനുഷ്യരുണ്ട്. വോക്ക് കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ എൻ്റെ പിന്നെ മരണത്തിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. സോഷ്യൽ മീഡിയ മരണമാണോ? സോഷ്യൽ മീഡിയ മരണം, ഐ ഡോണ്ട് കെയർ. പിന്നെ ഈ നവയുഗ പിന്നെ മൂവ്മെൻറ്റുകളുണ്ടല്ലോ, ഒരുപാട് അക്ഷരങ്ങളൊക്കെ ഉള്ള ഇവര് അവർക്കെതിരെ പറയുന്നവരെ അബ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു വാക്കായിട്ടാണ് ഈ കുലസ്ത്രീ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ആക്ച്വലി ആ വാക്കിൻ്റെ അർത്ഥം അതല്ല. അത് ശ്രീകണ്ഠേശ്വരത്തിൻ്റെ ശബ്ദധാരാവലി എടുത്ത് നോക്കുക, കുലസ്ത്രീ എന്താണെന്ന് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ പോയി നോക്കുന്നതായിരിക്കും. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ്, നോക്കിയാൽ മതി. അപ്പോൾ ഞാനത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്താണെന്നുള്ള കാര്യം. ഈ കാണുന്നവർ അവന്മാർ തലച്ചോറ് ഇച്ചിരിയെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ട്, അതുകൊണ്ട് അവരും പോയി കണ്ടുപിടിക്കട്ടെ. ഒരു തരത്തിലും മോശപ്പെട്ടൊരു വാക്കല്ല കുലസ്ത്രീ എന്ന് പറയുന്നത്. നോ, നോട്ട് അറ്റ് ഓൾ. കുലസ്ത്രീ എന്ന് പറയുന്നൊരു മോശം വാക്കിയല്ലേ. പക്ഷെ ആളുടെ സംസാരത്തിന് അത് അങ്ങനെ സംസാരിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡിന്റെ വിഷയമാണ്. അത് സംസാരിക്കുന്നവരുടെ തലച്ചോറിന്റെ വിഷയമാണ്. അപ്പൊ അനുമോളുടെ പ്രവൃത്തിയും അനുമോളുടെ രീതിയും മറ്റു കാര്യങ്ങളും അനുമോളെ എങ്ങനെ കുലസ്ത്രീ എന്ന് പറയാൻ പറ്റും?
പ്രവൃത്തി കുലസ്ത്രീ എന്ന് കാണുമ്പോൾ പറയും അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പ്രവൃത്തി കാണുമ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. കുലസ്ത്രീ എന്ന് പറയാം. അതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ കുലസ്ത്രീയുടെ അർത്ഥം കണ്ടുപിടിക്കുക. കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന് അർത്ഥം കണ്ടുപിടിക്കുക. അല്ലാതെ പിന്നെ അനുമോൾ ഒരു കുലസ്ത്രീയാണോ എന്ന് ചോദിച്ചാൽ മോഡേൺ കുലസ്ത്രീയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഭാഷാപരമായ തെറ്റാണ് ആ ചോദ്യം. കുലസ്ത്രീ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മോശം വാക്കല്ല. അല്ല, കുലസ്ത്രീ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അനുമോളെ ഇങ്ങനെ വിളിക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതല്ലേ അത്? അത് നെഗറ്റീവാന്ന് ഓർത്തിട്ടാണ് അത് നെഗറ്റീവ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. സൗജാൻ അങ്ങനെ പറയുന്നു, പക്ഷെ അനുമോൾക്കും വിളിക്കുന്ന ആൾക്കും അറിയില്ല അത് അതിനൊരു നല്ല വശമുണ്ടെന്ന്. അനുമോൾ അപ്പം ഞാൻ അനുമോളെ ഡിഫെൻഡ് ചെയ്യല്ല, ഞാൻ ആ വാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ. മനസ്സിലായേ? കുലസ്ത്രീ എന്ന് പറയുന്ന വാക്കിനെയാണ് ഞാൻ അനുമോളെ അല്ല ഡിഫെൻഡ് ചെയ്തത്. അനുമോൾ ഈസ് പ്ലേയിങ് എ വെരി ഡേർട്ടി ഗെയിം. വെരി ഡേർട്ടി ഗെയിം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം ആയിട്ടുള്ള ഗെയിമറാണ്. ഗെയിമർ മീൻസ് എന്നെ സംബന്ധിച്ച് പിന്നെ അനുമോളുടെ ഒരു സ്പേസിനകത്തൊന്നും എനിക്ക് നിൽക്കാൻ പോലും പറ്റില്ല. കാര്യം പിന്നെ ഭയങ്കരമായിട്ട് അവരുടെ ബോഡി സ്ത്രീ എന്ന് പറഞ്ഞൊക്കെ യൂസ് ചെയ്യും. ഈ അടുത്ത സമയത്ത് ഒരു സാധനം ഞാൻ കണ്ടു, ഫ്യൂ ഡേയ്സ് ബാക്ക്, ഗെയിമിന്റെ സമയത്ത് അക്ബർ ഖാന് പുറകിൽ നിന്നപ്പോ ബസ്സിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ പറയാറുണ്ട്. ഭയങ്കര ചീപ്പ് വേർഡ്സ് യൂസ് ചെയ്യുന്ന. ഷീ ഈസ് നോട്ട് എ കുലസ്ത്രീ. അനുവിനെ എങ്ങനെ നിങ്ങൾക്ക് കുലസ്ത്രീ എന്ന് ഉള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന? ഇത്തരത്തിലുള്ള വായിന്ന് സംസാരം വരുന്നവരെ നിങ്ങൾക്ക് ഒരിക്കലും അനുമോളെ കുലസ്ത്രീ എന്ന് വിളിക്കാൻ പറ്റില്ല. അനുമോൾ ഈസ് എ ഗെയിമർ. അനുമോള് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചറൽ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ വെച്ച് കളിക്കുന്ന ആള്. അനുമോളൊന്നും കുലസ്ത്രീ എന്ന് വിളിക്കുകയും ചെയ്യരുത്. നോ. ഈ അനുമോളുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചു തുടങ്ങുകയാണെങ്കിൽ അനുമോളിൽ നിന്നാണ് PR എന്നൊരു വാക്ക് അല്ലെങ്കിൽ ഇവിടെ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അനുമോളിന്റെ PR എന്ന് പറയപ്പെടുന്ന ആളിപ്പോ പുറത്തിറങ്ങി വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ PR അല്ല ചെയ്യുന്നത്, OMR എന്ന് പറഞ്ഞ എന്തൊരു പ്രോസസ്സാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേജ് മാനേജ് ചെയ്യുന്ന വ്യക്തികളാണ് എന്നുള്ള സാധനം പറയുന്നുണ്ട്. OMR എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ്. അവരാണ് ഒരു ഫേസ്ബുക്ക് പേജ് ആണ്. അല്ല, അതല്ല. ഓ, അത് ശരിയാ. ഞാൻ വിചാരിച്ചു മറ്റേ ഓൾഡ് മങ്ക് ആണെന്ന്. ഓൾഡ് മങ്ക് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ഇപ്പം ലിജോയുടെ പടവും ഇവിടുത്തെ ഒരുപാട് സിനിമകളുടെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്ന ഓൾഡ് മങ്ക് ആണ്. ആ ഓൾഡ് മങ്ക് അല്ല. പിന്നെ ഇതെന്താണ് OMR? അതാണ് എനിക്കും അറിയത്തില്ലാത്തത്. ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി തന്നെ എനിക്കറിയാം, പക്ഷെ ഇങ്ങനെ ഒരു കമ്പനിയുടെ പേരാണോ അതോ ഈ OMR എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരാണോ? അവര് ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരാണെന്ന് പറയുന്നത്. എന്തെങ്കിലും ഫുൾ ഫോം കാണും. അപ്പം പക്ഷെ അവര് കഴിഞ്ഞ തവണ ജിൻഡോയെ ജയിപ്പിച്ച ടീമാണെന്നാണ് പറഞ്ഞത്. അതെന്ന് ജിൻഡോയെ വിളിച്ച് ചോദിക്കാം. അത് ചോദിക്കേണ്ടി വരും. ഞാൻ ജിൻഡോയെ വിളിക്കാന്ന്. ചേടാ, ജിൻഡോയുടെ നമ്പർ ഉണ്ട്? വിളി. ഹലോ. ജിൻഡോ ചേട്ടാ, തിരക്കാണോ? ഞാനേ സാബുചേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, അപ്പൊ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. കൊടുക്കാവേ. ഹലോ, ഏത് സാബുചേട്ടനാന്ന് മനസ്സിലായോടാ? നീ സൂചിപ്പിക്കണ്ട. എടാ, ഞാനേ ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണ്, സ്പീക്കറിലാണ്. നിന്നോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. പിന്നെ എടാ, നിന്നെ പിന്നെ വിജയിപ്പിച്ചത് ഒരു കമ്പനി, ഒരു ഓൺലൈൻ പ്രൊമോഷൻ കമ്പനിയാണെന്നൊരു പയ്യൻ പറഞ്ഞു. അല്ലേ? അങ്ങനല്ലേ? അതായത് നിനക്ക് അതെ, നിന്നെ ജയിപ്പിച്ചത് അല്ല, ഞാൻ ആ പയ്യൻ പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോ പിന്നെ അങ്ങനൊരു ഓൺലൈൻ പ്രൊമോഷൻ കൊടുത്താൽ ഇത്രയും വോട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മള് ഈ പറഞ്ഞ പോലെ ആമസോണും മറ്റു സാധനങ്ങളും എന്താ പറയാ, ഇങ്ങനത്തെ മീഡിയാസ് കാര്യങ്ങളൊക്കെ അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എടുത്തിട്ട് പോലോ. അല്ല, അപ്പം പിന്നെ ആ പയ്യൻ പറഞ്ഞത് ജിൻഡോ ജയിപ്പിച്ചത് ഞാനാണെന്ന് പറഞ്ഞിട്ടാണ് ആ പയ്യൻ ഇപ്രാവശ്യം പോയിട്ടുള്ളവരുടെ അടുത്ത് നിന്നൊക്കെ പൈസ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നീ എത്ര ലക്ഷം രൂപ കൊടുത്തു എന്നാണ് പറയുന്നത്? അല്ല, എന്തെങ്കിലും സത്യമുണ്ടോ? ഞാൻ കൊടുത്തേക്കണ നിസ്സാര പൈസയുള്ളൂ. അതായത് ഞാൻ കൊടുക്കുന്ന സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ചെറിയൊരു എമൗണ്ട്, 100 ലക്ഷം രൂപ താഴെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മള് എന്റെ ഇതൊക്കെ ഇതിനകത്തേക്ക് എടുത്തിടാനും, അത് ഞാൻ വിടുമ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കാൻ വേണ്ടി ഒരാൾ വേണ്ടേ? വേണം, സ്വാഭാവികം. നമ്മൾ അത്രേ
അത്രേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അല്ല കാര്യം ഇതെന്റെ സംശയമല്ല. ഇതെന്റെ സംശയമല്ല. ഇത് എന്നെ ഇന്റർവ്യൂ ആളുടെ സംശയമാണ്. പിന്നെ ജിൻഡോ ചേട്ടൻ വേറൊരു പയ്യൻ പറഞ്ഞു ജിൻഡോ ചേട്ടനെ ജയിപ്പിച്ചത് പുള്ളിയാണ്. അതുകൊണ്ട് പുള്ളി അത് പറഞ്ഞിട്ട് ഇപ്രാവശ്യം കുറെ പേരുടെ പിന്നെ പ്രൊമോഷൻ ഏറ്റെടുത്തു എന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജിൻഡോ എന്ന് വിളിച്ച് ചോദിക്കട്ടെ അവൻ എത്ര ലക്ഷം രൂപ കൊടുത്തെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൊടുത്തത് അത് ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ടുള്ള ഈ സാധനം ശരി. ഇവരിങ്ങനെ നോക്കുന്നുണ്ട്. അവന് അത് കൊടുക്കണോടാ. അത് ഒരുത്തന് ഇരുന്ന് കുത്തിയിരുന്ന് ജോലി ചെയ്യുമ്പോ അവൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അത് സ്വാഭാവികം. കാരണം അവനും ഒരു തൊഴില്. ഓക്കേടാ, നമ്മള് അവിടെ ഒരു കണ്ടന്റ് കൊടുക്കാണ്ട് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും എടുത്തിടാൻ പറ്റുമോ? അതൊന്നും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ശരി. നമ്മള് പണിയെടുത്താലാണ് നമുക്ക് അതിന്റെ ഫലം ഇവിടെ കിട്ടും. അത് ഇവരെടുത്തിട്ടില്ലെങ്കിലും ഇവിടെയുള്ള സോഷ്യൽ മീഡിയാസ് ഇതിന്റെ ലൈവ് കണ്ടെടുത്തിരും. എന്നെ വിജയിപ്പിച്ച ആരാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയാസ് ആണ്. അപ്പൊ പിന്നെ ഇവൻ പൈസ വാങ്ങിച്ച് നിന്നെ ഏൽപ്പിച്ചല്ല. ശരി, അത്രയും മതി. അതൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നില്ല. അതൊക്കെ ഇരിക്കട്ടെ. നീ പിന്നെ പിന്നെ നമ്മൾ ഇടുന്ന പാൻറ്റിന് ചേർന്ന ഷൂസ് ഷർട്ട് ഒക്കെ ഇടുന്നത്, ഇടുന്ന ഉടുപ്പിന് ചേരുന്ന ബൈക്ക് നിന്റെ അടുത്ത് ആരാടാ എടുക്കാൻ പറഞ്ഞേ? നിന്റെ പ്രൊഫൈൽ ഫോട്ടോയ്ക്കകത്ത് നീ മഞ്ഞ ഉടുപ്പും മഞ്ഞ ബൈക്കിനകത്തിരിക്കുന്നു. അത് ശരി, ഓക്കെ. ശരിയടാ, ഓക്കെ. ശരിയടാ, ബൈ. ശരിയടാ, ബൈ. കേട്ടല്ലോ. അതായത് ജിൻഡോടെ ഈ പിന്നെ ഈ സംഭവങ്ങളും പോസ്റ്റും ഒക്കെ ഇടാനും മെയിൻറ്റെയിൻ ചെയ്യാനും അത് സ്വാഭാവികമായിട്ടുള്ള ഇത് ജിൻഡോ ഇപ്പോഴാണല്ലോ പറയുന്നേ. ഞാൻ PR കൊടുത്തിട്ടുണ്ടെന്ന് മുമ്പ് പറഞ്ഞിട്ടുള്ള വ്യക്തിയല്ലേ ജിൻഡോ? ആണോ? ഞാൻ ആ മേഖലയിൽ ഇല്ലാത്ത ഒരാളാണ്. ഞാനിത് ചേട്ടനെ കൊണ്ട് മനഃപൂർവ്വം ഉടുപ്പിച്ചതാണ്. ഞാൻ ചോദിച്ചാ കഴിഞ്ഞാൽ അത് സാരമില്ല, ഞങ്ങൾക്കുള്ള ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ജിൻഡോ തന്നെ പലർത്തും അല്ല, ജിൻഡോ പേഴ്സണലി ഞാൻ ജിൻഡോയുടെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തും ആയിക്കോട്ടെ, അത് അവരുടെ കഴിവെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവരുടെ കഴിവാണ് ഇതൊക്കെ എന്നുള്ളതാണ് ജിൻഡോ പെർഫോം ചെയ്യുന്നത്. മോസ്റ്റ്ലി ഈ ഏരിയയിലോട്ട് ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് ഇവിടെ വിനു പറയുന്നത് ഇപ്പത്തെ ഈ തവണയാണ് ഇതിനെപ്പറ്റി ഓപ്പൺലി അതിൻ്റെ ഉള്ളിൽ തന്നെ സംസാരിച്ച് തുടങ്ങുന്നത്. അതൊരു ബിഗ് ബോസിന്റെ ഒരു ഈ പ്ലാനിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇത് ആളുകളിലേക്ക് അറിയണം എന്നുള്ളത്. നമുക്ക് ആക്ച്വലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ബിഗ് ബോസിന്റെ കാര്യമല്ല പറയുന്നത്, സോഷ്യൽ മീഡിയയുടെ ഇതിൽ ഇഫ് വി ഹാവ് നമുക്ക് കുറേ ഫേക്ക് അക്കൗണ്ട്സും സാധനമൊക്കെ വി ക്യാൻ മാനിപ്പുലേറ്റ്. കാരണം സോഷ്യൽ മീഡിയയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ അതിന് താഴെ വരുന്ന കമൻറ്റുകൾ ഒരു വലിയ മാറ്ററാണ്. അപ്പം ദേ വെയിറ്റ് ഫോർ ദ പോസ്റ്റ്, എന്നിട്ട് അതിൻ്റെ താഴെ പോയിട്ട് പടപടപടപടയെന്ന് ഈ നെഗറ്റീവ് ഇടുക. ഈ നെഗറ്റീവ് ഇട്ടാൽ പിന്നെ ഈ വരുന്നവരുടെ തോട്ട് പ്രോസസ്സിനെ ഈ കമൻറ്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. അത് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ഈ കമൻസിനെ പറ്റി സംസാരിച്ചപ്പോഴാണ് ചേട്ടൻ അതിൻ്റെ അകത്ത് പോയതിന് ശേഷം ഇൻ്റർവ്യൂസ് കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു കമൻറ്റ് ഞാൻ നോട്ട് ചെയ്തിട്ട് ഒരെണ്ണം, തരികിട സാബുവിന് അനീഷിനോട് അസൂയാണ്. ചേട്ടൻ്റെ ഷോനെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. പണ്ട് സൂര്യ TV ചെയ്തുകൊണ്ടിരുന്ന പ്രോഗ്രാമിനെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം ചേട്ടനെ ഹിറ്റാക്കിയ ഒരു ഷോ ആണല്ലോ അത്. അപ്പം അത് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഇന്ന ആള് അനീഷിനോട് അസൂയാണ് എന്നൊരു കമന്റ് കണ്ടു. ശരിക്കും ചേട്ടൻ എന്തിനാ അനീഷിനോട് അസൂയപ്പെടുന്നത്? അല്ല, ഞാൻ അതിന് മറുപടി പറയുന്നില്ല. മനസ്സിലായി. ഞാൻ ഈ പറഞ്ഞ ഈ ഓൺലൈൻ മങ്കീസിൻ്റെ അടുത്ത് റിപ്ലൈ പറയാം. ദേ മേക്ക് എ ട്രെൻഡ്. അതുകൊണ്ട് അത് മാറ്റർ ഒന്നുമല്ല. അതൊന്നും പറഞ്ഞ് ഞാൻ ഭയങ്കര കക്ഷിയാണെന്നൊന്നുമല്ല. ഇതിനൊരു പേരുണ്ട് ഈ ഗെയിം സ്ട്രാറ്റജിക്ക്. മനസ്സിലായി. ഇത് വിക്ടിം കാർഡ് ഇറക്കുക എന്ന് പറയും. ഈ വിക്ടിം കാർഡ് അത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് വരുന്നെന്ന് പറയുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി എൻ്റെ മെമ്മറി ബ്രഷപ്പ് ചെയ്തിട്ട് ഞാൻ എടുത്തു വെച്ചായിരുന്നു. കാരണം അതായത് ഞാൻ വീണ്ടും ഗൂഗിൾ ചെയ്തിട്ട് എൻ്റെ ചിന്താഗതി ശരിയായിരുന്നോ എന്ന് ഞാൻ ഒന്നുകൂടി കൺഫേം ചെയ്തു തന്നെ. അതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാനത് നിങ്ങളോട് പറഞ്ഞു തരാം. അതിനകത്ത് ആരാണ് ഇത് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്ന്
നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. Okay. ഇതൊരു ഇന്റർവ്യൂ ആയിട്ട് കൺസിഡർ ഒരു ചെയ്യാം. ചർച്ചയായിട്ട് എടുക്കാം. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നു എന്ന് പറയാം. എന്നെ പെടുത്തല്ല ചേട്ടാ. ഇല്ല, അങ്ങനെ പെട്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു കാര്യം നമുക്കറിയാവുന്ന നല്ല ബോധ്യമുള്ള സാധനം പറയുമ്പോൾ അതിനകത്ത് നെഗറ്റീവ് തന്നെ അവൻ പെട്ടു അങ്ങനെ പറയേണ്ട കാര്യമേ ഇല്ല. കാര്യം നമുക്ക് പിന്നെ ഫാക്റ്റ് ആണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ അത് നമുക്ക് പറയാമല്ലോ. അല്ലാതെ തന്നെ ഭയം എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിനു ഭയക്കണം? ഇല്ല, പേടിയില്ല. പക്ഷെ നിങ്ങളുടെ മുന്നേ ഇരിക്കുമ്പോ എനിക്ക് ഉത്തരം ആയി പോകരുതെന്നുള്ള ചിന്ത മാത്രമേ. അങ്ങനെ ഉത്തരമില്ലാതാകലില്ലല്ലോ നമുക്ക്. പിന്നെ ഉത്തരമില്ല ആയാലെന്താ വിഷയം? എല്ലാം അറിയുന്ന ഏത് മനുഷ്യർ ഈ ലോകത്തുള്ളത്? എല്ലാം അറിയാവുന്ന ഇവൻ വരെ കള്ളം പറയും, അറിഞ്ഞൂടാത്ത കള്ളം പറയും. ഞാൻ ബ്ലഫ് ചെയ്യും. അങ്ങനെ ബ്ലഫ് ചെയ്യേണ്ട കാര്യമില്ല. അറിയില്ല. അന്വേഷിക്കാം ഈ OMR എന്താണ്. ആ പോയിന്റിലേക്ക് വന്നാല് ഞാൻ 1-2 സംഭവങ്ങൾ പറയാം നിങ്ങൾക്ക്. പിന്നെ ഈ ബിഗ് ബോസ് കാണുന്നുണ്ടല്ലോ അല്ലേ? കാര്യം നിങ്ങളുടെ തൊഴിലിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇഷ്ടമാണ് ഇത് കാണുന്നത്. കാരണം 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്, നമുക്ക് നമ്മളുടെ പ്രൊഫഷനെ കണക്ട് ചെയ്ത് ചെയ്യാം. ഇല്ല, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ചെയ്യാം, എന്നിട്ട് അതിനകത്ത് ജോലി ചെയ്യുന്ന അതിനെക്കാട്ടി ഭയങ്കര സന്തോഷമായിരിക്കും. ഈ വിക്ടിം ഗെയിം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പറയണോ മലയാളം പറയണോ? കാരണം ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനം മുഴുവൻ ഇംഗ്ലീഷാണ്. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ഇത് പറഞ്ഞുതരാം. ഓക്കെ, in psychology, victim game refers to a recurring interpersonal and cognitive pattern which an individual habitually adopts a role of a victim, either consciously or unconsciously, to gain sympathy, avoid responsibility, or justify certain behaviors or emotions. അതായത് നമ്മൾ ഇരവാദം എന്ന് പറയും അതിന് മലയാളത്തിൽ. ഈ ഇരവാദം എടുക്കുന്നവർ ചെയ്യുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ഞാനൊരു ഇരയാണ്, എന്നെ ഇവരെല്ലാം കൂടെ ഒറ്റപ്പെടുത്തുകയാണ്, എന്നെ കൊല്ലയാണ്, അതുകൊണ്ട് എനിക്ക് ഈ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇവർക്ക് വേണ്ടത് ഈ ക്രേവിങ് അക്നോളജ്മെന്റ് ഫോർ പാസ്റ്റ് ഹാംസ്, മോറൽ എലൈറ്റിസം, നീഡ് ഫോർ റെക്കഗ്നീഷൻ, മോറൽ എലൈറ്റിസം, ലാക്ക് ഓഫ് എമ്പതി, ഇതൊക്കെയാണ്. കാരണം ഇവർക്ക് മറ്റു മനുഷ്യരോട് അങ്ങനെ ദയയും സാധനവും ഒന്നും വർക്കാവില്ല. വേറൊന്ന്, ഇവര് പഴയ കാലത്തിന് തെറ്റുകളെയും അനീതികളെയും പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർക്കൊരു അതിനകത്തുനിന്നൊരു സൊല്യൂഷനോ ഒരു ക്ലോഷറോ വേണ്ട. അവരിതിനെ ഒരു ആയുധമാക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരതിനകത്തൊരു സൊല്യൂഷൻ കണ്ടെത്തി പുറത്തു വരാൻ ശ്രമിക്കില്ല. അവർ റിസ്ക് എടുക്കാനും തയ്യാറാകത്തില്ല. അവരുടെ കംഫർട്ട് സോണിനകത്ത് നിന്നുകൊണ്ട് അവരിങ്ങനെ എന്നെ ഇവരെല്ലാം കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള ബിഹേവിയറൽ പാറ്റേൺ ഉള്ള എത്ര കണ്ടസ്റ്റൻസ് ഉണ്ട് അകത്തെന്ന് തോന്നുന്നു? ഫുള്ളി നോക്കുകയാണെങ്കിൽ അനീഷ് ഒരാൾ മാത്രമാണുള്ളത്. ചെറുതായിട്ട് കുറച്ചും കൂടെ ഏകദേശം കുറച്ച് കാര്യങ്ങൾ കൂടെ ഉള്ളത് അനുമോളും കൂടി ഉണ്ടാവും അതിന്റെ കൂട്ടത്തിൽ. പിന്നെ 2 പേരും ഉണ്ട്. അനുമോളും ലക്ഷ്മി ഇല്ല. ലക്ഷ്മി ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറച്ചൊക്കെ അതിനകത്ത് അങ്ങനത്തെ ഒരു എനിക്ക് തോന്നിയത് ലക്ഷ്മി ഉണ്ട്. പിന്നെ എനിക്ക് അക്ബറിനെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ. എനിക്ക് തോന്നി ഇറക്കിയെന്നറിയാമോ? നമ്പർ 1 അനീഷ് ഈസ് എക്സിക്യൂട്ടിങ് ഇറ്റ് പെർഫെക്റ്റ്ലി. നമ്പർ 2 അനുമോള്, നമ്പർ 3 ആദില, നമ്പർ 4 നൂറ. അല്ല, ആദില നൂറ അവര് അങ്ങനെ പറയുന്നുള്ളതായിട്ടില്ല. ആയക്കോട്ട് ലക്ഷ്മി ഒരു സ്റ്റേറ്റ്മെന്റേ പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത്, ഇവളൊന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ഈ സ്റ്റിൽ ദിസ് ഡേ ആ ഒറ്റ സാധനം വെച്ചിട്ടാണ് അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ സാധനത്തിൽ റൺ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊന്നും മനസ്സലിയാൻ നോക്കി. അപ്പൊ സാബുചേട്ടൻ ചെന്നിട്ട് നിങ്ങൾ അവിടെ തന്നെ നിന്നാ മതി എന്ന് പറയാൻ കൂടെ ചെയ്തു. ആരോട്? ലക്ഷ്മിയോട്. ഞാൻ അവിടെ തന്നെ നിന്നാ മതി. നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണോ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇടയ്ക്ക് പുള്ളിക്കാരി ക്ഷമ പറയാൻ പോയ അവസരത്തിൽ നിങ്ങളുടെ സ്റ്റാൻഡ് എന്താണോ അതിൽ തന്നെ ഉറച്ചു ക്ഷമ പറഞ്ഞായിരുന്നല്ലോ. പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഒന്ന് സാബുചേട്ടൻ പോകുന്നതിന് മുമ്പ് അവരുടെ പേരൻസ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പേരൻസ് പോയി പിന്നെ ഇനി വേറെ എന്തെങ്കിലും ഇതാക്കണ്ടല്ലോ. ലക്ഷ്മി വീട്ടിൽ കയറ്റില്ല, ഞാൻ വരാതെ കയറ്റാന്നുള്ള സാധനം പറഞ്ഞിട്ട് അവര് പോന്നു. അടുത്തത് സാബുചേട്ടൻ ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്ത് സ്റ്റാൻഡോട് എടുത്ത് അവിടെ തന്നെ നിന്നോ.
പക്ഷെ അതിന് രണ്ട് പോയിന്റ് ഓഫ് വ്യൂ വരുന്നുണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷ്മി നിങ്ങൾ ഡബിൾ സ്റ്റാൻഡ് എടുക്കരുത്, നിങ്ങൾ മാറ്റി മാറ്റി പറയുന്നു, അത് ചെയ്യരുതെന്നാണ് സാബു ചേട്ടൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇല്ല, ലക്ഷ്മി എന്താണോ സ്റ്റാൻഡ് എടുത്തത് അതിൽ തന്നെ ഉറച്ചു ഞാൻ നിൽക്കാന്ന് മനസ്സിലാക്കിയത് നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. എന്താണ് എടുത്തത് അവിടെ തന്നെ നിന്നു എന്നുള്ളതാണ് പറഞ്ഞത്. കാര്യം നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ട്, മനസ്സിലായോ? ഈ ആദിലെ നൂറെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ആദിലെ നൂറുടെ സാധനം എന്ന് പറഞ്ഞാൽ അവർ ഈ സാധനത്തിനകത്ത് സ്റ്റക്ക് ആയി പോയത്. അവർക്ക് ആകെ കൂടെ ഒരു കണ്ടന്റ് അതേ ഉള്ളൂ. പക്ഷെ അതിൽ നന്നായിട്ട് ഗെയിംസ് ചെയ്യുന്നുണ്ട്, അവര് പ്ലാൻ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വെച്ച് ഗെയിം ഒക്കെ നല്ലപോലെ കളിക്കണം. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് പോയി ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾ ഗെയിം കുളവാക്കല്ലേ പ്ലീസ്. 17 ടാസ്ക് കൊടുത്ത് 17 ടാസ്ക് പൊളിച്ചായിരുന്നു. പക്ഷെ ദേ ആർ ഡൂയിങ് ഇറ്റ് വെരി നൈസ്. വാട്ട് ഡു യു തിങ്ക്? ഫിനിഷ് ചെയ്യുന്നുണ്ട് പല പല രീതിയിൽ. ഞാൻ പറഞ്ഞു നിങ്ങള് ബിഗ് ബോസിന്റെ റൂള് നോക്കരുത്. ബിഗ് ബോസ് സെർട്ടൺ റൂൾസ് ഉണ്ട്. റൂൾസ് എന്തിനുള്ള ബ്രേക്ക് ചെയ്യാനുള്ളതാണ്. പക്ഷെ അത് കംഫർട്ടബിൾ ചെയ്യണം, മര്യാദക്ക് ചെയ്യണം. അതിനകത്ത് ഒരുപാട് നമ്മുടെ സിവിക് സെൻസ് അപ്ലൈ ചെയ്യണം. നമ്മുടെ സാമൂഹിക ബോധം സാധനമൊക്കെ അപ്ലൈ ചെയ്ത് നമുക്കതിനെ രസകരമാക്കി എടുക്കാം. അങ്ങനെ രസകരമായിട്ട് ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് സംഭവിച്ചാൽ ഐ എം വെരി ഹാപ്പി. ഈ വീക്കില് ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് പോയത്. സോ എനിക്ക് ഗെയിം അവർ നല്ലപോലെ ചെയ്യുന്നു എന്ന് തോന്നി. ഇപ്പൊ മറ്റേന്ന് പറഞ്ഞാൽ ഭയങ്കര വൈരാഗ്യവും അടിയും ബഹളവും ആയിട്ട് എല്ലാ ഗെയിമിനെയും ഇവർ നശിപ്പിച്ച് കളയായിരുന്നു. ഞാൻ പറഞ്ഞു യു എക്സ്പ്ലോർ ദ നെക്സ്റ്റ് ലെവൽ. നിങ്ങൾ അടുത്ത ലെവലിലേക്ക് പോകും. കാരണം ഇത് നിങ്ങൾ ഫിനിഷ് ചെയ്താലേ നിങ്ങൾക്ക് അടുത്ത ചലഞ്ച് അവർ തരുള്ളൂ. അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ബിഗ് ബോസിന്റെ ഹോൾ ക്രൂ നശിപ്പിച്ചു അവിടെ തിരിഞ്ഞു പോവാ. അല്ല ഇപ്പൊ അതന്നെ ഈ കഴിഞ്ഞ ആഴ്ച വരെ അവർ അതല്ലേ ചെയ്തോണ്ടിരുന്നത്. ലാസ്റ്റ് ബിഗ് ബോസ് പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കും. ഈ കഴിഞ്ഞ ആഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഗെയിമുകൾ എങ്ങനെ? അടിപൊളി, സ്ട്രോങ് ആയിട്ട് ക്രെഡിറ്റ്സൊന്നും എടുക്കുന്നില്ല. പക്ഷെ ഞാൻ അകത്ത് പോയി മുഴുവൻ പറഞ്ഞു കൊടുത്ത അതാണ്. ഹിന്റ് മൊത്തം നിങ്ങളാ കൊടുത്തത്. ഹിന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ലെന്നേ ഇതെന്താ ചെയ്യേണ്ടെന്നുള്ളത്. ടു പേഴ്സണൽ. അവരെല്ലാം ഭയങ്കര ഇൻഡിവിജ്വൽ ആയിട്ട് ജയിക്കണം, മത്സരിക്കണം. ഞാൻ പറഞ്ഞു ആ സാധനം ഇവിടെ നിങ്ങള് ടാസ്ക് ജയിച്ചെന്ന് പറഞ്ഞു ഒരു മനുഷ്യനും ബിഗ് ബോസ് ചെയ്യത്തില്ല എന്നേ. ഞാൻ എത്ര ടാസ്ക് ജയിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ ഗ്രൂപ്പിനെ ഏൽപ്പിക്കും. ഇപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഇനിയിപ്പോ 10 പേരും കൂടെ അതിന്റെ ഉള്ളിലുള്ളൂ. ഞാൻ ഈ ടോപ്പ് 3 ടോപ്പ് 5 ഒക്കെ കിട്ടും. ടോപ്പ് 10 ആദ്യമായിട്ട് കേൾക്കേ ഇപ്രാവശ്യമായിരിക്കുമല്ലോ ടോപ്പ് 10 വന്നത്. ഇനിയിപ്പോ 10 പേരേ ഉള്ളൂ. അപ്പം 10 പേരൊക്കെ വരാറുള്ളൂ. ടോപ്പ് 10 എന്ന് പറയാറില്ല. 10 കണ്ടസ്റ്റൻസ് ഇനി ബാക്കിയുള്ളൂ. ഞാൻ അങ്ങനെ പറഞ്ഞേ ഇപ്പൊ 10 പേരല്ലേ ഉള്ളൂ. ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി 10 പേരല്ലേ അവിടെ ഉള്ളൂ. അപ്പം ഇതിന്ന് സാബുചേട്ടന്റെ ഒരു വീക്ഷണത്തില് ആര് ഒരു ടോപ്പ് 5 വരും? അറിയത്തില്ല. നമുക്ക് ജഡ്ജ് ചെയ്യാനുള്ള സ്പേസ് തന്നിട്ടേ. അല്ല കഴിഞ്ഞ തവണയൊക്കെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല. അതിന് മുമ്പത്തെ തവണ ഒക്കെ പറയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ അത് പറയാൻ പറ്റാത്ത തരത്തിലാണോ അവരുടെ ഗെയിം, അതോ പറയില്ല? പറയാനുള്ളത് ഈ ആഴ്ച തുടങ്ങിയുള്ളൂ. ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് വേണം ഗെയിം തുടങ്ങിയിട്ടുള്ളൂ. ഗെയിം ഇപ്പോഴല്ലേ തുടങ്ങിയത്. മര്യാദയ്ക്ക് ഇപ്പൊ കളിച്ചു തുടങ്ങി. സമയമില്ല. ഞാൻ അവരുടെ പറഞ്ഞ് സത്യമായിട്ടും പറഞ്ഞു, ഞാൻ പറഞ്ഞ 10-35 ദിവസം കൂടെ ഉള്ളൂ. കളിക്കുന്ന ഇപ്പൊ കളിച്ചോണം, ഗെയിം കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഗെയിം കളിച്ചിട്ട് തന്നെ വഴക്കാണല്ലോ. ഞാൻ പറഞ്ഞടാ ഗെയിം തുടങ്ങുമ്പോ അതിനകത്ത് 1008 സാധനം കിട്ടും വഴക്കിടാൻ. അതീ കിടന്ന് വഴക്കിടുക, അല്ലാതെ പേഴ്സണലായിട്ട് എടുത്തോണ്ട് പോകാതെ. ഇതുവരെ അവിടെ നടന്നിട്ടുള്ള എല്ലാം പേഴ്സണൽ ഗ്രഡ്ജ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നീ അങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ വിളിച്ചു, നീ എന്നെ അത് വിളിച്ചു. ഓ വൈ, എന്തിനങ്ങനെ ചെയ്യണം? എങ്കിലും ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം പുറത്ത് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചർച്ചകൾ അനുസരിച്ച് അനുമോൾ വിൻ ചെയ്യും, അല്ലെങ്കിൽ അനീഷ് വിൻ ചെയ്യും എന്നുള്ളൊരു, അല്ലെങ്കിൽ ആര്യൻ ജയിക്കും എന്നുള്ളതാണ് ചർച്ച വരുന്നത്. അപ്പൊ ഈ 3 പേരെ എടുക്കുമ്പോ ആര് വിൻ ചെയ്യും? ആര്യൻ ആക്ച്വലി നല്ല പയ്യനായിരുന്നു. ആര്യൻ ചെന്നിട്ട് മറ്റേ ജിസേലിന്റെ കൈക്കകത്ത് വീണിട്ട് ചീഞ്ഞ് മറ്റേ എന്ന് പറയുന്നത് ചത്തു പൊങ്ങിയ പിലോപ്പി എന്ന് പറയുന്ന പോലെ പൊങ്ങി കിടക്കായിരുന്നു. പക്ഷെ പിന്നെ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അവര് പറയുന്നത് they are friends എന്നാണ് പറയുന്നത്. വാട്ടെവർ, ഫ്രണ്ട്സ് ആണെങ്കിൽ എന്താ? ഫ്രണ്ട്സ് ആണെങ്കിൽ പിന്നെ അടിമയായിട്ട് നിൽക്കണോ? ഐ നെവർ സെഡ് they are in love. ഞാൻ ഈ ഉപയോഗിച്ചിരുന്നത് എവിടെയെങ്കിലും അവര് തമ്മിൽ പ്രേമമായിരുന്നു പറഞ്ഞായിരുന്നു. ഇല്ല, പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. അപ്പൊ അവിടെ ഡോമിനന്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ജിസേൽ ആര്യനെ നന്നായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാ താങ്കൾക്ക് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ. പല സമയത്ത് നമുക്ക് കാണാൻ കാര്യം അവൻ ഭയങ്കര
23 വയസ്സുള്ളൊരു പയ്യനാണ്. ഹി ഗോട്ട് പൊട്ടൻഷ്യൽ. പിന്നെ അവനൊരു വെകിളി പിടിച്ചൊരുത്തന് ഒരു പറന്ന് നിൽക്കുന്ന ഐറ്റമാണ്. അവന് ചില സമയത്ത് ഇറിറ്റേഷൻ തോന്നും. പക്ഷെ ആ പയ്യന്റെ പ്രായം, അവൻ ഒപ്പിച്ചു വെക്കുന്ന പരിപാടികൾ ഈസ് വെരി ആക്റ്റീവ്, പ്രോ ആക്റ്റീവ്, അങ്ങനത്തെ ഒരു പയ്യനാണ്. അവന്റെ ഗെയിമിനെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞില്ലേ ഈ സ്ത്രീ. ആണ് ഇവര് 10-38 വയസ്സുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ഇവരാണ്. അവര് അവര് നല്ല ഉഗ്രനായിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്ത്. പക്ഷെ അത് നമ്മുടെ മലയാളി ഓഡിയൻസിന് മനസ്സിലാണ്ട് അവര് പുറത്തുപോയി. ഫ്രീ നോ അവൻ ഓടി നടന്ന് ഗെയിം കളിക്കുന്നുണ്ട്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ മര്യാദ ഗെയിം കളിക്ക്. ചേട്ടാ ഞാന് എന്നെ 90%-നകത്ത് 10% ആണ് ഞാൻ പറഞ്ഞത്. അത് നിനക്ക് ഞങ്ങള് വെളിയിൽ നിന്ന് കാണുമ്പോൾ 10% നിനക്ക് 90% അങ്ങനത്തെ ഞാൻ സാധനം പറഞ്ഞു കൊടുത്തു. യെസ്, ഇപ്പം ഓക്കെ ആയി. ഓക്കെ എന്ന് വെച്ചാൽ അത് ഓഡിയൻസ് ആണ് തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ അനീഷിനെ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോ ഒക്കെ അനീഷ് ഒരു വിക്ടിം കാർഡ് ഇറക്കി അവിടെ പ്ലേ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പം ആകെ അത് 24 പേർക്കുള്ള ഡൈനിങ് ടേബിളോ, ഇറ്റ്സ് വെരി ഹ്യൂജ് ആണ്. മനസ്സിലായി? അതിനകത്ത് ഒരാളിരിക്കുമ്പോ അറിയാമല്ലോ നമുക്ക് അതിന്റെ സൈസ്. നമ്മൾ സൈസ് കണ്ടുപിടിക്കുന്നത് കമ്പാരിസൺ വെച്ചിട്ടാണ്, രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള. ഒരു കാര്യമില്ല, അപ്പുറത്തും ഇരിക്കും. നീ എന്താണ് അവിടെ ഇരുന്ന് കളിക്കുക, നീ ഇവിടെ വന്നേ, അല്ലാതെ ഞാൻ നീ ഇവിടെ വന്നിരുന്ന വഴി, അപ്പൊ ഇവിടെ വന്നിരിക്കും. ഇതാണ് വിക്ടിം ഗെയിം എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ആളുകൾ വീഴും എന്നുള്ളതാണ്. ഞാനിത് നേർച്ച പോലെയാണ്. എല്ലാ വർഷവും ഞാൻ ഇതുപോലത്തെ സാധനം തുറന്നു പറഞ്ഞിട്ട് ഞാൻ തെറി വാങ്ങിക്കും. ഇപ്പൊ എനിക്കത് മാറ്റർ ആയിരുന്നു. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വലിയൊരു അറ്റാക്ക് നടക്കുന്നുണ്ടോ സബ്ജാറിനെതിരെ? ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. അത് പ്ലാൻഡ് ആണോ പെയ്ഡ് ആണോ? ആ പെയ്ഡൊന്നുമില്ല. അത് അങ്ങനെ, അത് നമുക്ക് ഇഷ്ടമുള്ള ആളിനെ വേറൊരാളെ കുറ്റം പറയുമ്പോൾ നമ്മൾ തെറി വിളിക്കും. അവരെയും കുറ്റം പറയില്ല. പക്ഷെ എന്നെ വേറെ ഒരാൾ തെറി വിളിക്കായിരിക്കും. കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ ഞാൻ അധികം തെറി വിളിക്കുന്നില്ല, അതുകൊണ്ടാണ്. മനസ്സിലായി? ഇപ്പൊ ഞാൻ ഇത്ര നേരം സംസാരിച്ചു വന്നതിനകത്ത് പുതിയ സാധനം വരാൻ സാധ്യതയുള്ളത് ഇത് ലക്ഷ്മിയുടെ PR ആണ് എന്ന് പറഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. ലക്ഷ്മിയുടെ PR ഒന്നുമല്ല. ലക്ഷ്മി അതിനകത്ത് വലുതായിട്ടൊന്നും കളിക്കുന്നൊന്നുമില്ല. ഒരു സാധനമില്ല. മറ്റേ ഒരു സൈഡിൽ മാറി നിന്നിട്ട് ഞാൻ എന്താ ഭയങ്കര കക്ഷിയാണെന്നുള്ള രീതിയിൽ നിൽക്കുന്ന കക്ഷിയാണ്. ലക്ഷ്മി അങ്ങനെ ഭയങ്കര കക്ഷിയൊന്നുമില്ല. ലക്ഷ്മി ഈസ് നോട്ട് അറ്റ് ഓൾ എ സെലിബ്രിറ്റി. ലക്ഷ്മി ഇപ്പം UK എന്തൊക്കെയായിരുന്നു, തിരിച്ചു വന്നിട്ട് ഒരു സിനിമ ചെയ്തു. ആ സിനിമ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയാവുന്ന ഒരു സുഹൃത്താണ് അവരെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നെ വിളിച്ചു പറഞ്ഞടാ ഈ ലക്ഷ്മിയുടെ കാര്യം എന്തെങ്കിലുമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞു എന്ത് ചേട്ടാ, ഞാനാണ് കൊണ്ടുവന്നത്. അവര് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ വന്നപ്പോ കണ്ട് അങ്ങനെ കാസ്റ്റ് ചെയ്ത് വിട്ടാണ്. നമ്മുടെ അഖിലിന്റെ സിനിമയിലൊക്കെ വന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇവര് സിനിമ നടിയാണോ, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. പറഞ്ഞാൽ ഇല്ലടാ, സാധാരണയായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർക്ക് ആക്ച്വലി അവര് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ഇത് എന്ത് ചെയ്യണമെന്ന് പോലും അറിഞ്ഞൂടെ. അപ്പം ഈ ലക്ഷ്മിനെയും അനീഷിനെ വെച്ച് നോക്കുമ്പോ ഇതിൽ ആരാണ് കോമണർ? രണ്ടുപേരും കോമണേഴ്സ് ആണ്. പിന്നെ പക്ഷെ അനീഷിനെ എങ്ങനെ കോമണർ എന്ന് പറയാൻ പറ്റും? എനിക്ക് അതിന്റെ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. അനീഷ് പറഞ്ഞിട്ടുണ്ടല്ലോ 17ാമത്തെ വയസ്സില് അനീഷ് ലോക്കൽ ചാനലിൽ വർക്ക് ചെയ്ത് തുടങ്ങിയാണ്. ലക്ഷ്മി എപ്പോഴാ 35ാമത്തെ വയസ്സിൽ, എത്ര വയസ്സുണ്ട് ലക്ഷ്മി? 35 അവര് ഈ 35ാമത്തെ വയസ്സിലാണ് ഇതിലേക്ക് വരുന്നത്. ഈ അനീഷ് 17ാമത്തെ വയസ്സിൽ ലോക്കൽ ചാനലിൽ തുടങ്ങി. അപ്പൊ അതാ ഞാൻ ചോദിച്ചാൽ അനീഷും ലക്ഷ്മിയാണ്. അപ്പം ശരിക്കും വിക്ടിം കാർഡ് ഇവിടെ അനീഷാണ് പ്ലേ ചെയ്യണത്. അതെ, അതുകൊണ്ട് അനീഷ് ഞാൻ കണ്ടീഷൻസ് ഞാൻ മുഴുവൻ പറഞ്ഞു തന്നല്ലോ. ഇതൊക്കെ ആരെയാ തോന്നുന്നു? ഈ പറഞ്ഞ പാറ്റേൺ ആരാ ചെയ്യുന്നത്? ഇടയ്ക്ക് ഒരു സ്ത്രീ വന്നു. അവരെന്നോട് ഭയങ്കരമായിട്ട് ഒരു പർട്ടിക്കുലർ ആളിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവര് ഏഷ്യാനിലൊക്കെ ചർച്ചകൾക്കൊക്കെ വേണം. ഞാനപ്പോ മനസ്സിലാലോചിച്ചു, ഈ സ്ത്രീയൊക്കെ എന്തിന് ഇത്രയ്ക്കും പാർഷ്യാലിറ്റി ഉള്ളവരെയൊക്കെ എന്തിനൊരു ജനറൽ ചർച്ചയിൽ വിളിച്ചിരിക്കണം? അങ്ങനത്തെ എന്തോ സംഭവമാണ്. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു കൂട്ടാണെന്ന് ഞാൻ ഇമാജിൻ ചെയ്യാത്ത സ്ഥാനത്തിലേക്കൊക്കെ അവര് പോവുകയാണ്. ഇത് ആകെ കൂടെ വർഷത്തിൽ നടക്കുന്ന ഇതിപ്പോ ആക്ച്വലി ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ വർഷത്തിലൊരിക്കൽ എനിക്ക് തെറി വാങ്ങിച്ചു പിടിക്കാനുള്ള ഒരു ഉത്സവമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. ഞാൻ അത്ര ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ്. അതെ, വർഷത്തിൽ 3 മാസം
3 മാസം ഞാൻ പിടിക്കൂല, ഞാൻ ഒരു 1.5 മാസം പിടിക്കും. പിടിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ചേട്ടന്റെ ഒരു അപരൻ അവിടെ ഉണ്ട് ചേട്ടന്റെ പേരിൽ. എടാ അവനെ ദ്രോഹി. പക്ഷെ വേറെ കാര്യമുണ്ട്, അവന് നോമിനേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അവൻ ഗെയിമൊക്കെ കളിക്കുന്നു, അവിടെ ഗെയിം കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഫിസിക്കലി ഒക്കെ ചെയ്യും. പിന്നെ പലതരത്തിലുള്ള മനുഷ്യരില്ലേ നമ്മുടെ സൊസൈറ്റിയിൽ. ചിലർ ഭയങ്കര സട്ടിലായിട്ട് കാര്യം ചെയ്യുന്നവരായിരിക്കും, ചിലർ ഭയങ്കര ഹൈപ്പറായിട്ട് ചെയ്യുന്നവരായിരിക്കും, ചിലര് മീഡിയം ലെവലിൽ ചെയ്യുന്നവരായിരിക്കും. സൈലന്റ് കില്ലേഴ്സും ഉണ്ടാവും. അങ്ങനെ ഒരാളാണ് സാബുമാൻ എന്നാണ് പറഞ്ഞു വരുന്നത്. സൈലന്റ് കില്ലറൊന്നും പറയാൻ പറ്റത്തില്ല, അവൻ പാവം, അവന് പേടിയേ. അങ്ങനെ അവനൊന്നിലും അങ്ങനെ ഞാൻ ഒന്നിനും ഇല്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പൊ നമ്മളിപ്പോ ടൂറിന് പോകുമ്പം ഏതെങ്കിലും ഒരുത്തം കാണുമല്ലോ. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഇതിനകത്ത്, നമ്മുടെ കൂട്ടത്തിനകത്ത് കുറെ പേരുണ്ട് അങ്ങനത്തെ. എന്ത് കൊല പ്രശ്നം ഇടയ്ക്ക് എന്ന് കാല് പിടിച്ച് കരഞ്ഞെണ്ണ വേണ്ടെണ്ണ വിട്ടേരണ എന്ന അപ്പുറത്തുള്ളവർക്ക് പറഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞ് ഇവനെ കാരണം നിന്നെയൊക്കെ വിടുകയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരാളാണ് സാമൻ. പക്ഷെ എത്രയും ദിവസം അവൻ അവിടെ നിൽക്കാനായിട്ടുള്ള കാരണം എന്താണ്? പുറത്ത് ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടെന്ന് അവൻ തന്നെ അത്ഭുതപ്പെടുവാണ്. ഞാൻ കാരണം പിന്നെ അതിനകത്ത് ആരും അതിനെ കൊണ്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നില്ല. 2 വേറൊരു സ്ട്രാറ്റജി ഉണ്ട്, സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻസിനെയൊക്കെ എടുത്ത് കളയുക എന്നുള്ളത്. അൺഫെയർ എവിഷൻസ് ഈ തവണ നടന്നിട്ടുണ്ട്. അങ്ങനെ അൺഫെയർ എവിക്ഷൻ ഒരു സാധനത്തിന് ഞാൻ പറയില്ല. എല്ലാവരും കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ വോട്ട് കിട്ടിയ എവിക്റ്റ് ആയി പോകും, മീൻസ് വോട്ട് കുറഞ്ഞാല് എവിക്റ്റ് ആയി പോകും. വോട്ട് ആര് ചെയ്യുന്നു എന്നുള്ളതാണ്, അത് അവര് തീരുമാനിക്കണം, അത് ഫെയർ ആണോ അൺഫെയർ ആണെന്ന്. ഞാനതിൽ അഭിപ്രായം പറയുന്നത്. പക്ഷെ അവിടെയാണ് PR-ന്റെ സ്വാധീനം വരുന്നത്. വോട്ടുകൾ കയറി പോകുന്നുണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അതെങ്ങനെ നിങ്ങൾ തിരുത്തും, എങ്ങനെ നമ്മൾ തിരുത്തും, എങ്ങനെ ബിഗ് ബോസ് തിരുത്തും, എങ്ങനെ ഏഷ്യാനെറ്റ് തിരുത്തും, ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് അവനവന്റെ തലച്ചോറിന്റെ കപ്പാസിറ്റി വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇങ്ങനെ സംസാരിച്ച് പോയാല് എന്റെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് ഒരു ഉത്തരം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ സംസാരിക്കുകയും ചെയ്യും. എന്തെന്നാലും സൗജേട്ടാ ഇത്രയും സമയം തന്നതിന് ഒരുപാട് താങ്ക്സ്. നമുക്കൊരു വിന്നർ വന്നതിന് ശേഷം വീണ്ടും കണ്ടുമുട്ടാം. തീർച്ചയായും. താങ്ക് യു സോ മച്ച്.